ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ടിയാഗോ ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്കിനായിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നാന്ന് നോക്കാം. നമ്മൾ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ചെറിയൊരു ഹമ്പി ആടുമ്പം തന്നെ കാർ എടുത്തടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഷോക്കാണ് കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പം കണ്ടത്. അപ്പോൾ നമ്മൾ ആ ഷോക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ ഫുൾ അസംബ്ലി അല്ല മാറുന്നത്, നമ്മൾ സ്പ്രിങ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇതിനകത്ത് മാറുന്നുണ്ട്. സ്റ്റഡ് കിറ്റ്, സ്റ്റഡ് മൗണ്ട്, ഫ്രണ്ട് സ്റ്റഡ്. അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. നമ്മളത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ പുതിയ സ്റ്റഡ് വെച്ചിട്ട് ഫുൾ കിറ്റും അതിൻ്റെ മൗണ്ടിങ്ങും വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഷോക്ക് ഹാർഡായി പോകുന്ന കംപ്ലയിൻറ്റ് കൂടുതലും കാണിക്കുന്നത് ടിയാഗോ, റിറ്റ്സ്, സ്വിഫ്റ്റ് ഡിസയർ, സ്വിഫ്റ്റ്, ഇർട്ടിഗ ഇങ്ങനെയുള്ള മോഡലുകൾക്കാണ് കൂടുതലും കംപ്ലയിൻറ്റ് കാണിക്കാറുള്ളത്. നമ്മൾ ഒരുപാട് വണ്ടികളുടെ ഷോക്ക് അസംബ്ലി മാറിയിട്ടുണ്ട്, ഷോക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോക്ക് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ കസ്റ്റമറിനോട് പറയുമ്പോൾ ഒരു വിലഭാഗം നോക്കിയിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ ഫുൾ അസംബ്ലി മാറുമ്പോഴത്തേനും ഒരു 6000 റുപ്പീസിനടുത്ത് വരും ടിയാഗോയുടെയൊക്കെ. അപ്പം നമുക്ക് ഇത് നമ്മൾ അങ്ങനെ മാറാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ഷോക്ക് നമ്മൾ മാറുമ്പോൾ ഫ്രണ്ട് 2 സൈഡും ബാക്ക് 2 സൈഡും മാറുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപോലെ തന്നെ മാറേണ്ടതാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഇതിപ്പോൾ 1 സൈഡ് മാത്രമേ മാറുന്നുള്ളൂ, നമ്മൾ 2 സൈഡ് മാറണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇത് 1 സൈഡ് മാറിയിട്ട് കാർ ഓടിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് മാറാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് മറ്റേ ഷോക്ക് മാറണോ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്ക്, ക്ലച്ച്, ഇലക്ട്രിക്, ഡെൻറ്റിങ്, പെയിൻറ്റിങ്, ഇൻഷുറൻസ് വർക്ക് തുടങ്ങിയ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SMT ഓട്ടോമൊബൈൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം ആ നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഡൗൺ സർവീസ് ഉണ്ട്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 20 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് ബ്രേക്ക് ഡൗൺ സർവീസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ കാർ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, അതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും വർക്കിനുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന നമ്പർ. ബൈ.